എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡ്രേക്ക് ആണെങ്കിൽ നമ്മുടെ ആലിസിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവളെ ആ ഒരു പാർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവന്റെ പെയറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിചാരിക്കുന്നത് ഇത് ശരിക്കുള്ളത് തന്നെയാണോ, ഇവളിങ്ങനെ ഞെട്ടിയിട്ട് അത്ഭുതത്തോടെയാണ് അവൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായത്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ വീഴാൻ പോകുന്നുണ്ട്. ഇവനിങ്ങനെ നോക്കി വായ നോക്കി നടക്കുന്ന സമയത്ത് അപ്പോൾ അവൻ അവളെ വീഴാതെ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിചാരിക്കുന്നത് റിയൽ ആണോ, ഇവൻ തന്നെയാണോ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഐ മീൻ ഇവൻ അവളോട് ആ കാര്യം പറയുന്നുണ്ടെന്ന് തോന്നുന്നു. സോ വേറെ ഒന്നല്ല, കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ ആയ അങ്കിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഡ്രേക്കിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു പാർട്ടി ഉണ്ട്, അപ്പോൾ നമ്മുടെ ആലീസിൻ്റെ പെയറായിട്ട് ഡ്രേക്ക് തന്നെ വരണം, സോ നിങ്ങൾ എന്തായാലും അവനെ വരുത്തിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്കിളിൻ്റെ പണിയാണ്. ഇവർ പിറ്റേ ദിവസം ഒരു ടൂറിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഡ്രേക്കിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിക്ക് അവളുടെ പെയറായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു നിർബന്ധത്തിലാണ് ആ സെയിം ഡ്രസ്സും അതുപോലെ തന്നെ അവളുടെ മാച്ച് ആയിട്ടുള്ള ടൈയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഈ ഒരു പാർട്ടിക്ക് റെഡി ആയിട്ട് പക്കാ പെർഫെക്റ്റ് ആയിട്ട് ഒരു കപ്പിൾസിനെ പോലെ വരുന്നുണ്ടായിരുന്നു. ഇവരുടെ എൻട്രി കണ്ടപ്പോൾ എല്ലാവരും നെട്ടി നിൽക്കുക കേട്ടോ, കാരണം ആലിസ് ഡ്രേക്കിൻ്റെ ഒപ്പമാണല്ലോ വന്നത്. അങ്ങനെ നമ്മുടെ ആലിസ് ആണെങ്കിൽ നേരെ പോകുന്നത് കേൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ പറ്റി വെച്ച പോലെ തന്നെ ഞാൻ ഡ്രേക്കിൻ്റെ ഒപ്പം തന്നെയാണല്ലോ വന്നതെന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, അവൻ നിൻ്റെ ഒപ്പം സ്നേഹത്തോടെ വന്നതൊന്നും ആവില്ല, നീ എന്തെങ്കിലും പേടിപ്പിച്ച് അവനെ നിൻ്റെ ഒപ്പം വരുത്തിയതാവുന്നു. അപ്പോൾ പറയുന്നത് തനി അസൂയ, ഇതെനിക്കൊന്നും പറയാനില്ല, അസൂയക്കും കുശുമിനും മരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഇവർ രണ്ടുപേരും പേഴ്സായിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അങ്ങാടിയിൽ വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് നിൽക്കുന്നത്. ക്യാമറമാൻ ഒരുപാട് പറയുന്നുണ്ട്, ഒന്ന് ചേർന്ന് നിൽക്ക്. അങ്ങനെ ഒരു ചേർന്ന് നിൽക്കാതെ നിൽക്കുമ്പോൾ ഡ്രേക്ക് ആണെങ്കിൽ ഒറ്റൊരു വലി പിടിച്ചിട്ട് ചേർത്ത് പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വിചാരിച്ച പോലത്തെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് പോട്ടെ. പിന്നീടാണെങ്കിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ ഇതൊക്കെ ആരുടെ പ്ലാനാണ്, ഇവരെന്താ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇതൊക്കെ ആയതിൻ്റെ പ്ലാനാണ്. പിന്നെ നൈസായിട്ട് ചിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഷീന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്നെ കൊണ്ടുപോകാൻ എന്താ വരാഞ്ഞത്, ഞാൻ ഒരുപാട് നേരം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നല്ലോ. പറയുന്നുണ്ടായിരുന്നു ഷീൻ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ ഡ്രേക്കിൻ്റെ ഒപ്പം പോകാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളത് കേട്ട് ഞെട്ടി, ഓ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ആയ തന്നെയാണോ, ആയാണെങ്കിൽ ഈ ഒരു പണി തന്നിട്ടുള്ളത്, പക്ഷേ നീ വരുന്ന ഒരുപാട് നേരം ആലോചിച്ച് നിന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ ഞെട്ടി നിൽക്കണം, കാരണം ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫ്ലാഷ് ബാക്കും കൂടെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഫോണാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗെൻറ്റിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗെൻറ്റിനെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, അവിടെ സെക്ഷനിലെ ഡേവിഡ് ആട്ടോ അതിൽ ഗെൻറ്റായിട്ട്. അപ്പോൾ അവൻ ആയക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, നമുക്കൊരു ഡേറ്റ്, ഐ മീൻ നമുക്ക് പരസ്പരം പാർട്ടിയിൽ പേഴ്സായി പോയാലോ എന്ന്. അപ്പോൾ ആദ്യം അവൾ വിചാരിക്കുന്നത് ഷീനാണെന്നുള്ള കാര്യമാണ്. പക്ഷെ ഇവനായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾ ഷീനാണെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പ്രിപ്പറേഷനോട് കൂടിയായിരുന്നു ഇവർ പരസ്പരം വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വേറെ ആളാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ആലിസിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളാണല്ലോ ഷീൻ. അപ്പോൾ ഷീൻ്റെ ഒപ്പം വരാൻ കിട്ടിയ ചാൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രേക്കിൻ്റെ ഒപ്പം വരാൻ വേണ്ടിയിട്ട് മുടക്കിയത് ആലോചിക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. കൂടാതെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഈ ആ കാര്യങ്ങളൊന്നും പഠിച്ച് പേടിക്കൊന്നും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, പിന്നെ നമുക്ക് ഒരുമിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആലിസ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ താനാണല്ലോ കേനെ അതുപോലെ തന്നെ നമ്മുടെ ഷീനെ ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത് ചെയ്തിട്ടില്ലെങ്കിൽ വൈകാതെ തന്നെ നമ്മുടെ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആവും, ഐ മീൻ ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആവും എന്നുള്ള രീതിയിലൊക്കെ ആലിസ് ചിന്തിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ആയനെ കാണുന്നുണ്ടായിരുന്നു. ആയൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗെൻറ്റ് വരുന്നുണ്ടായിരുന്നു, നമ്മുടെ ഡേവിഡ്. സോ ഇവനെ എങ്ങനെ അടുത്തേക്ക് വന്നിരുന്നതൊന്നും ഇവൾക്ക് അത്ര അങ്ങ് പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇവനാണെങ്കിൽ നല്ല രീതിയിൽ പഞ്ചാര അടിക്കുന്നുണ്ടായിരുന്നു. ഈ മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണെങ്കിൽ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ മുന്നേ നോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, സോ നീ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളാണ്, എനിക്ക് നിന്നെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഇവളോട് ഭയങ്കര ഫ്ലേർട്ട് ചെയ്തിട്ട് ഓരോ പഞ്ചാര വാക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവളെ വീഴ്ത്താൻ മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആയ ഭയങ്കര കൂൾ ആൻഡ് ചില്ലാണോ. ഇവക്കാണെങ്കിൽ ഇങ്ങനെ ക്രിഞ്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്നുള്ളൊരു അവസ്ഥയാണ്. സോ ഇവളാണെങ്കിൽ ആ കാര്യം പറയുന്നുണ്ടോ, അയ്യോ ഇങ്ങനൊന്നും പഞ്ചാര അടിക്കുകയല്ല, എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. സോ അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഫുഡിലാണ് മെയിൻ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. ആ സമയത്താണെങ്കിൽ ആയ നമ്മുടെ ആലിസിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലിസ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെല്ലാം നിൻ്റെ പ്ലാനായിരുന്നില്ലേ, നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടാകും, കൊള്ളാലേ, അടിപൊളിയാലേ, എൻ്റെ പ്ലാൻ അടിപൊളിയാലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ നിൻ്റെ ഡേറ്റ് എവിടെ, ഡ്രേക്ക് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഡ്രേക്ക് അവിടെ മാർക്കൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു 3 ഗേൾസ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പഞ്ചാര അടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ആലിസ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഓ സോറി ഗേൾസ്, നമ്മുടെ ഡേക്ക് എൻ്റെ ഡേറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഡേറ്റോ. അപ്പോൾ അവൾ ചോദിക്കുന്നത് വിശ്വാസമായില്ലേ, അവർ ആയനോട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലിസ് ആയ വീഡിയോ എടുക്കുമ്പോൾ ആലിസ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ഡേറ്റ് അല്ലേ, നീ എൻ്റെ ഒപ്പല്ലേ വന്ന് പറയുമ്പോൾ ഭയങ്കര പുച്ഛിച്ചിട്ട് മുഖം എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ ആലിസ് നല്ല രീതിയിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ ഗേൾസ് ആണെങ്കിൽ ഇവിടെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ അവിടുന്ന് ഡ്രേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഗേൾസ് ആണെങ്കിൽ 2 പേരും നല്ല വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ
നമ്മുടെ ആലിസ് ആണെങ്കിൽ മാറി നിന്ന് ഇങ്ങനെ നാണം കെട്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് കപ്പിൾ ഡാൻസ് ഒക്കെ പോലത്തെ ഒരു സോങ്സും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡ്രേക്ക് ഓടി വന്നിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് നേരെ ഡാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഷീനു ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷീനു കണ്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഈ 3 ഗേൾസ് ആണെങ്കിൽ അസൂയോടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ ഇങ്ങനെ ഇതാക്കുന്ന, ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അല്ല നിന്നെ 3 ഗേൾസ്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടല്ല, ആ 3 ഗേൾസ് എന്നെ നല്ല രീതിയിൽ അനോയിൻ ചെയ്യുന്നുണ്ട്, സോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഞാനും നിന്നെ അങ്ങനെ തന്നെയല്ലേ ചെയ്യൽ, വെറുപ്പിക്കലല്ലേ ചോദിക്കുമ്പോൾ, നീ അത്ര കുഴപ്പമില്ല, പക്ഷെ അവർ നല്ലോണം വെറുപ്പിക്കുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ പാട്ട് സ്റ്റോപ്പ് ആകുന്നുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ സ്റ്റെക്കായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരും ഇവിടെ മാറുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഷീന് കണ്ടിട്ടാണെങ്കിൽ ഷീന് ചെറിയൊരു പൊസസീവ് എവിടേക്കോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആയിരിക്കാം അവൻ ചിന്തിക്കുന്നുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇവരെ തന്നെയാണല്ലോ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നാണം കൊണ്ട് നമ്മൾ ആലിസ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. എല്ലാ കപ്പിൾസും ഇവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവർ ചിരിച്ചിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് വേഗം തന്നെ ആലിസ് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഷീന് വരുന്നുണ്ടായിരുന്നു. ഷീന് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഡാൻസ് കളിക്കാനൊക്കെ ആളായല്ലോ, ഞാൻ നിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്നൊക്കെ പറഞ്ഞതായിരുന്നില്ലേ. അപ്പോൾ ഇവൾ വിചാരിക്കുന്നതാണെങ്കിൽ ഷീനാണെങ്കിൽ ഇവളോട് ചെറിയൊരു പൊസസീവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട്, കാരണം ഇവളെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രേക്കിനോട് പൊസസീവ് തോന്നിയിട്ട് അങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഇവളാണെങ്കിൽ ആ ഒരു സന്തോഷത്തിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഡാൻസ് കളിച്ചോളൂ ഷീന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സോങ് ഇടും ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ നമ്മുടെ ഡ്രേക്ക് നിന്ന് കാണുന്നുണ്ട്. ഡ്രേക്കിന് നല്ലോണം പൊസസീവ് ആവുന്നുണ്ട്. കാരണം ഇവൻ്റെ ഒപ്പം ഡാൻസ് കളിച്ചൊരു പെൺകുട്ടിയാണ് ഇനി ഇവൻ്റെ ഒപ്പം മറ്റവൻ്റെ ഒപ്പം കളിക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണോ അതോ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല. സോ നല്ല രീതിയിൽ തന്നെ പൊസസീവും കാര്യങ്ങൾ അടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഷീൻ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ തീരുമാനം എന്താ, ഇനി ഞാൻ കേൻ്റെ പിന്നാലെ പോകണോ, അപ്പോൾ എന്താണ് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേനെ. അപ്പോൾ അവൾ അവിടെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഇഷ്ടം എന്താണോ നീ അതുപോലെ ചെയ്യണം, നീ അവളുടെ പിന്നാലെ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവളുടെ വിഷമം മറച്ചു വെച്ചിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളാണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ഷീനെ നല്ലോണം ഇഷ്ടമാണല്ലോ. അങ്ങനെ ഷീനാണെങ്കിൽ അവൾ അവിടെ ഉപേക്ഷിച്ച് അവളുടെ അടുത്തേക്ക് നമ്മുടെ കേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഡ്രേക്ക് ആണെങ്കിൽ വാഷ്റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മിററിൻ്റെ മുന്നിൽ നിന്നിട്ടാണെങ്കിൽ ആ പിങ്കുള്ള ടൈയും കാര്യങ്ങളൊക്കെ ഊരുന്നുണ്ട്. കാരണം അവളുടെ ഇഷ്ടപ്പെട്ട അവളുടെ മാച്ചായിട്ടുള്ളൊരു ടൈ ആണല്ലോ ഇട്ടത്. സോ എൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുക, അത് ഷീൻ്റെ ഒപ്പം ആണല്ലോ കളിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ അവളുടെ കാര്യം നോക്കണമെന്ന് വിചാരിച്ചിട്ട് അവരവിടെ നിന്ന് ടൈയൊക്കെ ഊരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു 3 ഗേൾസ് ആണെങ്കിൽ നമ്മുടെ ആലിസിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവൾ എന്തൊരു പെണ്ണാണ്, ഇവൾ ആദ്യം ഡ്രേക്കിൻ്റെ ഒപ്പം ഡാൻസ് കളിച്ചു, ഇപ്പോഴാണെങ്കിൽ ഷീൻ്റെ ഒപ്പം കളിക്കുന്നുണ്ടല്ലോ, എന്ത് പെണ്ണാണ്, ഇവൾക്ക് ചെറിയൊരു പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ, ഇവളെ നമുക്ക് സ്റ്റോർ റൂമിലിട്ട് പൂട്ടാന്നുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡ്രേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നേരെ ബണ്ണീൻ്റെ വേഷവും കാര്യങ്ങളൊക്കെ ധരിച്ച ഒരാൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വാഷ്റൂമിൽ ഊരി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിടാന്ന്. അങ്ങനെ ഇവൻ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നത്. നമ്മുടെ കേയും അതുപോലെ തന്നെ നമ്മുടെ ഷീനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഷീൻ അവളോട് നല്ലോണം കെഞ്ചുന്നുണ്ട്, പ്ലീസ് എന്നെ വിട്ട് പോകല്, എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ്, നീ എന്തിൻ്റെ പേരിലാണ് എന്നെ വിട്ട് പോകുന്നത്, നിനക്ക് ആരെയാണ് ഇഷ്ടം, ഞാൻ എന്ത് കുറവാണ് നിനക്ക് വരുത്തിയിട്ടുള്ളത്, ദയവേത് നമുക്ക് ഒരുമിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൂടെ, എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നൂടെ, എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, സോറി ഞാൻ എടുത്ത തീരുമാനമാണ്, എനിക്കതിന് പിന്തിരിയാൻ പറ്റില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, നീ എൻ്റെ ഇഷ്ടമാണ് കാണുന്നുണ്ടെങ്കിൽ ആലിസിനോ ഡ്രേക്കിൻ്റെ മുന്നിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്രേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നുള്ള ചിന്തയിൽ ഡ്രേക്കും ഇങ്ങനെ അവരെങ്ങനെ നോക്കി പോകുന്നുണ്ടായിരുന്നു. കാരണം അവരാണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണെങ്കിൽ കാണുന്നത് ആലിസിനെയാണ്. ആലിസാണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഈ ഷീനെ തീരെ നാണല്ലേ, അവനെ വേണ്ടെന്ന് പറഞ്ഞ പെണ്ണിൻ്റെ പിന്നാലെ വീണ്ടും പോകാമെന്ന്. ആ ഒരു സമയത്ത് ആ 3 ഗേൾസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. ഇവൾമാരാണെങ്കിൽ വന്നിട്ട് ഇവളുടെ അടുത്ത് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ബോയ് ഇവളെ സ്റ്റോർ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പേപ്പറാണ്. ആദ്യം തന്നെ ആലിസ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്കിനി വല്ല പണി കിട്ടുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവൾമാരാണെങ്കിൽ ഇവളെ നല്ല രീതിയിൽ കൺവിൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവൾ അങ്ങോട്ടേക്ക് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ ഇവിടെ ചെന്നിട്ട് ആരാണ് തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഈ 3 ഗേൾസും വന്നിട്ട് ആ സ്റ്റോർ റൂം പൂട്ടി പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആലിസിനെ നല്ല രീതിയിൽ തിരയുന്നുണ്ടായിരുന്നു. ആലിസിനെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ലല്ലോ. അതിൻ്റെ ഒപ്പമാണെങ്കിൽ ഇവൻ്റെ നല്ല ഫ്ലോട്ടിങ്ങും കാര്യങ്ങളും. ഗെൻഡാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളെ ഇഷ്ടമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായി. ഒരു ഫണ്ണി ക്യാരക്ടറാണല്ലോ ഇവള്. സോ ഫുഡിനൊക്കെ നല്ല പ്രൈവറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഫണ്ണായിട്ടുള്ള ക്യാരക്ടറാണല്ലോ. അപ്പോൾ ഇവളെ പഞ്ചാര ചക്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ ആ മുഹമ്മൂടി ധരിച്ചിട്ടാണല്ലോ അങ്ങോട്ടേക്ക് വരുന്നത്. ചോദിക്കുന്നുണ്ടായിരുന്നു,
ആലിസ് എവിടെയെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അറിയില്ല. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട് ഈ ബണ്ണി നേർച്ച ആൾക്കൊക്കെ എന്തിനാണ് ആലിസിൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡ്രേക്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്ന ആ 3 പെൺപിള്ളേരും കൂടെ പണി തുടങ്ങിയെന്നുള്ള കാര്യം. സോ ഇവനാണെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൻ്റെ അകത്ത് അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒരാൾ അവിടെ സ്റ്റോർ റൂമിലുള്ള ഒരാൾ ഡ്രേക്ക് അതിൻ്റെ അകത്തേക്ക് കയറിയെന്ന് കാണാതെ അവിടെയുള്ള സ്റ്റാഫൊക്കെ അവിടെ വന്നിട്ട് സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ പൂട്ടിയിടുന്നുണ്ട് കേട്ടോ. ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. ഈ ഒരു ബണ്ണീൻ്റെ രൂപം ധരിച്ച ഒരാളെ നമ്മുടെ ആലിസ് കാണുന്നുണ്ടായിരുന്നു. നേരത്തെ ആ ഒരാൾ പെട്ടെന്നുള്ളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അവളുടെ ചെസ്റ്റ് പോർഷനിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ നീ എന്താ ചെയ്തത്, നീ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആലിസ് നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ട് എന്നെ ഇവിടെ ടച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. നിൻ്റെ ഈ മുഖംമൂടി മാറ്റി, എനിക്ക് നീ ആരാണെന്നുള്ളത് കാണണം, നീ എൻ്റെ ചെറ്റച്ചെറ കാട്ടിക്കൂട്ടി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ പാർട്ടി വൈൻഡപ്പ് ചെയ്യാൻ പോകുകയെന്നുള്ളതൊക്കെ നമ്മുടെ ഷീൻ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, ഇവൻ സൗണ്ട് മാറ്റിയിട്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ പേര് നീൽ എന്നാണെന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ പിന്നീട് കാണിക്കുന്നത് ഷീനാണെങ്കിൽ ഇവിടെ പ്രോഗ്രാം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗേൾസൊക്കെ പറയുന്നുണ്ടായി അവസാനിപ്പിക്കില്ലേന്ന്. പക്ഷേ ഒഫീഷ്യലായിട്ട് അവസാനിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ടല്ലോ. പിന്നെയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആലിസ് ആണെങ്കിൽ അവിടെ മൊത്തത്തിൽ നോക്കുന്നുണ്ട്. നിന്നെ മുഖംമൂടി മാറ്റിക്ക്, നീ ഇത്ര ചെറ്റത്തരം കാട്ടിയിട്ട് നീ ആരാന്നുള്ളത് എനിക്ക് അറിയണം. അപ്പോൾ അവനാണെങ്കിൽ മുഖംമൂടി മാറ്റാൻ വേണ്ടി തീരെ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഇവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനാണെങ്കിൽ ഇവർ ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ കൂടെ ഇവൻ സൗണ്ട് മാറ്റിയതുകൊണ്ട് ഡ്രേക്കാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ഷീനാണെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുകയാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമോട് അവസാനിച്ചല്ലോ. സോ എല്ലാവരും മാക്സിമം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ആണെങ്കിൽ നമ്മുടെ ആലിസിനെ നോക്കിയിരിക്കുകയാണ്. സോ ഡ്രേക്കിനെയും കാണുന്നില്ല. ഇവൾ വിചാരിക്കുന്നുണ്ടായിരുന്നു അവരെങ്ങോട്ടെങ്കിലും പോയി അവരുടെ ലവ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജെൻറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഗെൻറ്റ് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഷീനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആയെ കാണാനില്ല, അവർ രണ്ടുപേരും ഒരുമിച്ചാന്നുള്ള കാര്യങ്ങൾ ഇതിൽ സംസാരിച്ചിട്ട് നമ്മുടെ ഗെൻറ്റാണെങ്കിൽ നമ്മുടെ ഷീനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഇവൾ നല്ല രീതിയിൽ ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടി നോക്കുന്നുണ്ട്. പക്ഷെ ലോക്ക് ചെയ്ത് പോയതുകൊണ്ട് എന്തായാലും ഇനി നടക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ ഡ്രേക്കിന് മനസ്സിലായിരുന്നു. സോ ഇവനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇവളും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ആലിസ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഒരു ആണാണോ പെണ്ണാണോ, നീലാണാണോ പെണ്ണാണോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നീ എൻ്റെ തനിരൂപം കാണിച്ചു തരണോ എന്നുള്ള രീതിയിൽ. സോ അപ്പോൾ അവൾ പറയുന്നുണ്ട് അയ്യേ ഞാൻ അത്രക്കാരിയൊന്നുമില്ല, എനിക്ക് അങ്ങനെ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഞാൻ അത്രക്കാരിയൊന്നുമല്ല, എനിക്കാണെങ്കിൽ നിന്നോട് പറയുന്നത് എനിക്ക് നല്ലൊരു ഹാൻസം ബോയ് ഫ്രണ്ടും കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ഡ്രേക്ക് എൻ്റെ ബോയ് ഫ്രണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡ്രേക്കോ എന്താ നീ ഇപ്പോൾ ആരും ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല, നീ എങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുള്ള രീതിയിലും കൂടെ നമ്മുടെ ആലിസ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രൂപത്തിൻ്റെ ഉള്ളിലുള്ളത് നമ്മുടെ ഡ്രേക്ക് ആണല്ലോ. സോ ഡ്രേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ലൈക്ക് നിനക്ക് ഡ്രേക്കിനെ ഇഷ്ടമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. നീലിൻ്റെ ഒരു ക്യാരക്ടറിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല, പുള്ളിക്കാരൻ കാണാൻ നല്ല ഹാൻസമാണ്, അതുപോലെ തന്നെ ക്ലാസ്സിൽ നല്ല ടോപ്പറാണ്. സോ ഒരു ഇഷ്ടക്കുറവോ കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ചെറിയൊരു ക്രഷും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവൻ ചിന്തിക്കുന്നുണ്ടാവും ഇവൾ ബാക്കിയുള്ള ഗേൾസിനെ പോലെയാണ്. സോ ഇവളെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്തിട്ടില്ല, എല്ലാ ഗേൾസും ഒരുപോലെ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അവൻ ഭയങ്കര പാവമാണ്, എനിക്ക് അവനെ കാണുമ്പോൾ അങ്ങനെ ഉറങ്ങി തൂങ്ങുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ആരോടും ഇങ്ങനെ പറയാതെ ആ ഒരു ദേഷ്യത്തിലും ഗൗരവത്തിലും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരോടും എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അവനൊരു പാവമായിട്ടുള്ള ഒരാളാണ്, അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ വിഷമവും കാര്യങ്ങളുണ്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഈ കത്രീനെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എന്നെ മനസ്സിലാക്കുന്നൊരു ഗേൾ നീയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ അവളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, മറ്റുള്ള ഗേൾസിനെ പോലെയല്ല, നമ്മൾ കത്രീനയ്ക്ക് ശേഷം എന്നെ ആകെ മനസ്സിലാക്കിയിട്ടുള്ള ഇവളാന്നുള്ള രീതിയിൽ ഇവരാണെങ്കിൽ ഇവളൊരു സ്നേഹത്തോടെ കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ടാണെങ്കിൽ ഇവൾക്ക് നല്ല രീതിയിൽ ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ നല്ലൊരു തണുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഡ്രേക്ക് ആണെങ്കിൽ അവൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് അവളെ പുതപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേ ദിവസമാണെങ്കിൽ ഇവളാണെങ്കിൽ ഡ്രേക്കിൻ്റെ പുറത്തിങ്ങനെ നടന്നു വരുന്ന കാഴ്ചയാണ്. പെട്ടെന്ന് നമ്മൾ എണീക്കുമ്പോൾ കാണുന്നത് ഡ്രേക്കിൻ്റെ പുറത്താണ് ഇവളെന്ന് എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ ഇറക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചൊരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇവർ മോർണിംഗ് എണീക്കുന്ന സമയത്ത് ഡ്രേക്കിൻ്റെ മടിയിൽ കിടന്നിട്ടായിരുന്നു ഇവൾ ഉറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വന്ന് തുറക്കുന്ന ആളോട് ഇവൾ പറയുന്നുണ്ടായിരുന്നു ആലിസ് ഉറങ്ങാണ്, ദയവ് ചെയ്ത് മിണ്ടറിലെ സൗണ്ട് ഉണ്ടാക്കലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ ആ കാര്യം ആലോചിച്ചിട്ട് ഇവളങ്ങനെ താഴത്തേക്ക് ഇടുമ്പോൾ ചോദിക്കുന്നത് എന്ത് മനുഷ്യനാണ്, എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിൽ അവനോട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവളിങ്ങനെ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഇവന് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നത് എന്താണ് തങ്ങി കാണിച്ചു കൂട്ടുന്നത്, എന്തൊരു കഷ്ടമാണ്, ഇന്നൊന്ന് വെറുതെ വിട്ടൂടെ എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ അവളുടെ പിന്നാലെ ഇവനും ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇവളും ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ ഒപ്പം അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇവള് വീട് വരെ ഇങ്ങനെ നടക്കുന്നത് അവൾ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇവ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു വരുന്നത്, എൻ്റെ കോട്ട് ഉരുത്തായി എന്നാലും എനിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ കോട്ട് വരുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് അവളുടെ ഡാഡും മോമും വരുന്നുണ്ടായിരുന്നു. നീ ഇത്രയും രാത്രി എവിടെയായിരുന്നു, ഈ ഒരു ദിവസം നീ എവിടെയായിരുന്നു, ഇത് ആരാണ്, നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്താണെന്നുള്ള ബോധം വലുതുണ്ട്, അത് ആരാണ്, നീ ആരുടെ കോട്ടാണ് ഇട്ടിട്ടുള്ളത്,
നിൽക്കുന്നത്? എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? ഇവൻ്റെ കോട്ടാണെങ്കിൽ നിൻ്റെ അടുത്ത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ള രീതിയിൽ മോമ് ചോദിക്കുമ്പോൾ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. ദിസ് ഈസ് അഡ്മിൻ സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.